Hello, my dear plus one students. യെസ്, നമ്മുടെ എക്സാം ദാ ഇങ്ങെത്തിയല്ലേ. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എന്താണ്, മോഡൽ എക്സാം ആണ്. അത് കഴിഞ്ഞാൽ കലാശക്കൊട്ടാണ് അല്ലെ, ആനുവൽ എക്സാമിന്റെ ടൈമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാവും അല്ലെ. എങ്ങനെയാണ് ഇതൊക്കെ ഈ ഒരു സമയത്തിനുള്ളിൽ തീർക്കുക എന്നുള്ള ഒരു ടെൻഷനും പേടിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഓരോ മിനിറ്റിനും വലിയ വാല്യൂ ആണ് ഇനിയുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയി. സ്കൂളിലൊക്കെ എന്താണ് അവസ്ഥ? സ്കൂളിലൊക്കെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തോ? റിവിഷൻ തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ റിവിഷൻ ബാച്ച് ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ റിവിഷൻ കൊണ്ട് ഇങ്ങനെ കളിക്കുന്ന സമയമാണ്. സോ മിസ് ഇന്ന് വന്നിട്ടുള്ളതും ഒരു റിവിഷൻ ആയിട്ടാണ്. അപ്പൊ നമ്മുടെ വൺ ഷോട്ട് റിവിഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് ചാപ്റ്ററിന്റെ റിവിഷൻ ആയിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. എന്താണ്, ഒന്നിൽ നിന്ന് തുടങ്ങണം എന്നാണ്. അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ നമുക്കൊരു വൺ ഷോട്ട് വേണം അല്ലെ. അതായത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം, വേണ്ടേ? അപ്പൊ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ആണ്. എത്ര വെയിറ്റേജ് ആണ് ഈ ചാപ്റ്ററിന് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? എത്രയാണെന്ന് അറിയോ? 6 മാർക്സ്. 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാനുള്ള സാധ്യത. ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ചാപ്റ്റർ ഈസിയാണ്. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് അല്ലെ, പ്ലസ് വണ്ണിൽ എത്തിയിട്ട് ആദ്യമായിട്ട് പഠിച്ച ചാപ്റ്റർ ഇതായിരിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ചാപ്റ്റർ പിന്നീട് ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈസിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ടൈറ്റിൽ ഇവിടെ പറയുന്നുണ്ട് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഈ 3 കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്റർ ഇങ്ങനെ പരന്നു കിടക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സംഗതികളാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. 2 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്, മനുഷ്യർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. നമുക്കറിയാം എന്താണെന്ന് അറിയാം. എന്തായിരിക്കും? ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വിച്ച് വി ക്യാൻ ഏൺ അവർ ലൈവ്ലിഹുഡ് അല്ലെ. നമുക്ക് ജീവിക്കാനുള്ളത് തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് എന്ത് തരുന്നുണ്ട്? പണം തിരിച്ച് റിവാർഡായിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായിരിക്കും നോൺ എക്കണോമിക് ആക്ടിവിറ്റി? പണം കിട്ടാത്ത പ്രവർത്തനങ്ങളെ നമുക്ക് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ലവ്, സിമ്പതി, സെന്റിമെന്റ്, പാട്രിയോട്ടിസം എക്സെട്ര അല്ലെ. ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് കുക്കിംഗ് നമുക്ക് വേണ്ടി ചെയ്യാറുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അത് അവിടെ കാണിക്കുന്നത് എന്താണ്? സെൽഫ് ലവ്, അതുപോലെ തന്നെ ബാക്കിയുള്ളവരോടുള്ള സ്നേഹമൊക്കെയാണ്. അതുപോലെ ഇതാ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതൊക്കെ എന്താണ്? ആ ഒരു നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ അണ്ടറിൽ വരുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. 2 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി നമ്മളിതാ ഈ ഒരു ചാപ്റ്ററിന്റെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താണ് ടോപ്പിക് എന്ന് പറയുന്നത്? ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. എന്തൊക്കെ ഡിഫറൻസസ് ആണ് ബിസിനസ്സും പ്രൊഫഷനും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റും തമ്മിലുള്ളത്? ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആ ഒരു പ്ലസ് വണ്ണിന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ പിന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും അല്ലെ, ടീച്ചേഴ്സ് അത്രയും എംഫസൈസ് കൊടുത്തുകൊണ്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചതും നിങ്ങൾ പഠിച്ചതുമായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ഇപ്പൊ കാണാതെ പറയാൻ പറ്റുന്നുണ്ടാവും അല്ലെ. ഓക്കെ, അത്രയും നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിച്ചതാണ് സംഗതിയാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ, എങ്ങനെയാണ് 3ഉം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്താണ്? ബിസിനസിന്റെ കാര്യത്തിൽ എന്താണ്? ഓൺട്രപ്രണേഴ്സ് ഡിസിഷൻ ആൻഡ് അതർ ലീഗൽ ഫോർമാലിറ്റീസ് ഇഫ് നെസസറി. ഒരു ബിസിനസ് തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ആ ബിസിനസ് മാൻ ആണ് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഓൺട്രപ്രണർ ആണ്. എനിക്ക് ജീവിതത്തിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഓരോ ബിസിനസ്സുകാരും ബിസിനസ്സിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ ഓൺട്രപ്രണറിന്റെ ഡിസിഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പല ബിസിനസ് എന്ത് ആവശ്യമാണ്? ലൈസൻസ്, ചില കുഞ്ഞു ലീഗൽ ഫോർമാലിറ്റീസ് ആവശ്യമാണ്. അങ്ങനെ
ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് തുടങ്ങാൻ പറ്റും? ബിസിനസ് തുടങ്ങാൻ പറ്റും. എന്നാൽ പ്രൊഫഷന്റെ കാര്യത്തിൽ ഞാൻ ഇനി ഒരു ഡോക്ടർ ആവാം, അല്ലെ, ഞാൻ ഇനി ഒരു ടീച്ചർ ആവാന്ന് പറഞ്ഞാൽ അങ്ങ് പോകാൻ പറ്റുമോ? ഇല്ല. അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. എന്താണ് ആവശ്യം? മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. യെസ്, നമ്മൾ ഡോക്ടർ ആവണമെങ്കിൽ ആദ്യം MBBS എടുക്കണം, അല്ലെ. ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? MBBS പാസ് ആവേണ്ടതുണ്ട്. ആ പ്രൊഫഷണൽ ബോഡിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമാണ്. ഡോക്ടർ മാത്രമല്ല, ടീച്ചർ ആയിക്കോട്ടെ, മറ്റെന്ത് പ്രൊഫഷണൽ കോഴ്സ് ആയിക്കോട്ടെ, അവിടെ എന്താ ആവശ്യമാണ്? ഇത്തരത്തിലുള്ള മെമ്പർഷിപ്പ്, അല്ലെ, ഏതാണോ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ ബോഡി അവിടുത്തെ മെമ്പർഷിപ്പും സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇനിയിപ്പോ എംപ്ലോയ്മെന്റിന്റെ കേസ് എടുക്കുന്ന സമയത്ത്, തൊഴിൽ, അല്ലെ, തൊഴിലിന്റെ കേസ് എടുക്കുന്ന സമയത്ത് അവിടെ എന്താണ്? അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആൻഡ് സർവീസ് എഗ്രിമെന്റ്. യെസ്, ഒരു ഗവൺമെന്റ് ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം PSC ഒക്കെ എഴുതിയിട്ട് പിന്നെ എന്ത് കിട്ടണം? നമുക്ക് ആ ജോലിയിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടണം. എന്നാലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോയി ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സർവീസ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എംപ്ലോയ്മെന്റ് എന്ന് പറയാൻ പറ്റും. ഇതൊക്കെ എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്, അല്ലെ. നമുക്ക് ഇതിലൂടെ എന്ത് കിട്ടുന്നുണ്ട്? റിവാർഡ് കിട്ടുന്നുണ്ട്. അത് മൂന്നും അല്ലെങ്കിൽ അതാണ് ഈ മൂന്നിന്റെയും കോമൺ ആയിട്ടുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഒക്കെ എന്താണ്? നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി ആണ്, പണം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ഇതാണ്. ഓക്കെ. സെക്കൻഡ് വൺ, നേച്ചർ ഓഫ് വർക്ക്. എന്താണ് ബിസിനസിന്റെ നേച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്നത്? പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദി പബ്ലിക്, അല്ലെ. ഗുഡ്സ് ആൻഡ് സർവീസസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുക? നമ്മുടെ പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ബിസിനസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അല്ലെ. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. പ്രൊഫഷൻ എന്താണ്? റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് എക്സ്പേർട്ട് സർവീസ്, അല്ലേ. ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന, അതായത് നമ്മൾ MBBS ഒക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവിടെ സർവീസ് കൊടുക്കുകയാണ്, അല്ലെ. അവരെന്താണ്? ഭയങ്കര എക്സ്പേർട്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്കിപ്പം ഒരാൾക്ക് വയ്യാത്ത ഒരാൾക്ക് മരുന്ന് എഴുതി കൊടുക്കാൻ അറിയോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഏതൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, അവിടെ എന്താണ്? എക്സ്പേർട്ട് സർവീസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ടീച്ചർ ആയിക്കോട്ടെ, അല്ലെ. ടീച്ചേഴ്സ് നമ്മൾ പ്രൊഫഷൻ ആണ്. അവരെന്താണ്? BEd ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ്, ആ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ടീച്ചറായിട്ട് മാറുന്നത്, അല്ലെ. അപ്പൊ അവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സർവീസ് ആണ്. ഇനിയിപ്പോ എംപ്ലോയ്മെന്റിന്റെ കേസ് എടുക്കുന്ന സമയത്തോ, പെർഫോമിംഗ് വർക്ക് ആസ് പെർ സർവീസ് കോൺട്രാക്ട് ഓർ റൂൾ ഓഫ് സർവീസ്. യെസ്, ഒരു ഗവൺമെന്റ് എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ അവിടെ അവർക്ക് എന്താണ്? സർവീസ് കോൺട്രാക്ട് ഉണ്ടാവും, അതുപോലെ തന്നെ കോൺട്രാക്ട് ഉണ്ടാവും, അതുപോലെ തന്നെ റൂൾസ് ഓഫ് സർവീസ് ഉണ്ടാവും. എങ്ങനെയാണ് സർവീസ് കൊടുക്കേണ്ടത്? അതിന് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ അതിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി നമ്മൾ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ, ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങണം. ബിസിനസ് സ്റ്റഡീസ് പഠിച്ചവർക്ക് മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലെ. ചില ആൾക്കാർ ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരിങ്ങനെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ അവർക്ക് ബിസിനസ് ഐഡിയാസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവും, വർക്കാവും എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ബിസിനസ്സുകാരുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ അവർ പിന്നീട് എന്താണ്? അച്ഛന്റെ ബിസിനസ് നോക്കി നടത്തി അങ്ങനെ പോകുന്നവരുണ്ടാവും, അല്ലെ. അപ്പൊ അവിടെ എന്തില്ല? ഒരു മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നില്ല, അല്ലെ. ആർക്ക് വേണമെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റും. എന്നാൽ പ്രൊഫഷന്റെ കേസിലോ, എനിക്കിനി ഡോക്ടർ ആവണം, ഞാൻ പോയി ഒരു ക്ലിനിക് തുടങ്ങട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, അല്ലെ. അവിടെ ക്വാളിഫിക്കേഷൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ബോഡി ഏതാണോ അവിടെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം, അവിടെ നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെ. എക്സ്പെർട്ടൈസ് ആൻഡ് ട്രെയിനിങ് ഇൻ സ്പെസിഫിക് ഫീൽഡ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി പ്രൊഫഷണൽ ബോഡി. എന്താണോ ആ പ്രൊഫഷണൽ ബോഡി പറയുന്നത്, ആ ഒരു ക്വാളിഫിക്കേഷൻ, ആ ഒരു ട്രെയിനിങ് അത്യാവശ്യമാണ്. ഇനിയിപ്പോ എംപ്ലോയ്മെന്റ് കേസിലാണെങ്കിലോ, ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ പറയുന്ന ക്വാളിഫിക്കേഷൻസും ട്രെയിനിങ്ങും ആണ് എംപ്ലോയ്മെന്റിന് ആവശ്യം, അല്ലെ. ഗവൺമെന്റ് എംപ്ലോയി പല തരത്തിലുള്ള ജോബ്സ് ഉണ്ട്. അവിടെ ഓരോ ജോബ്സിനും ഓരോ രീതിയായിരിക്കും. എംപ്ലോയർ എന്താണോ ക്വാളിഫിക്കേഷൻ പറയുന്നത്, എംപ്ലോയർ എന്താണോ ട്രെയിനിങ് വേണമെന്ന് പറയുന്നത്, അതായിരിക്കും അവർക്ക് വേണ്ടി വരിക, അല്ലെ. 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് PSC എഴുതാൻ പറ്റുന്ന അങ്ങനത്തെ ഉണ്ട്. അതുപോലെ തന്നെ +2. ഇതൊക്കെ മിസ് ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നുള്ളൂ, അല്ലാതെ നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാൻ മതിയാവും, അല്ലെ. ഇതൊരു ജസ്റ്റ് ഒന്ന് മിസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണോ? യെസ്. ഇനി റിവാർഡ് ഫോർ റിട്ടേൺ. എന്താണ് ഓരോ എക്കണോമിക് ആക്ടിവിറ്റിക്കും കിട്ടുന്ന റിട്ടേൺ എന്ന് നോക്കാം, അല്ലെ. ബിസിനസ്സിൽ എന്താ? നമുക്ക് കണ്ണു അടച്ച് പറയാൻ പറ്റും, പ്രോഫിറ്റ് ആണ്.
ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്നത് പ്രോഫിറ്റിനാണ്. അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്? പ്രൊഫഷന്റെ കേസിൽ പ്രൊഫഷണൽ ഫീ. എന്താണ്? നമ്മുടെ ഡോക്ടേഴ്സിന് എന്ത് കൊടുക്കാറുണ്ട്? നമ്മൾ ഫീ കൊടുക്കാറുണ്ട് അല്ലെ, പ്രോഫിറ്റ് കൊടുക്കാറുണ്ട് എന്നാണ് നമ്മൾ പറയാ. അല്ല, ഫീ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇവിടേക്ക് വരികയാണ്, എവിടേക്കാണ്? എംപ്ലോയ്മെന്റിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് സാലറി അല്ലെങ്കിൽ വേജസ് ആണ് കിട്ടുന്നത് അല്ലെ. സാലറി അവരുടേത്. ഫീ എന്ന് നമ്മൾ പറയോ? ഗവൺമെന്റ് എംപ്ലോയീസിന് ഫീ കിട്ടാറുണ്ടെന്ന് നമ്മൾ പറയോ? ഇല്ല, അവിടെ സാലറി അല്ലെങ്കിൽ വേജസ് അല്ലെ. ദിവസ വേതനത്തിനൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തായാലും എന്ത് ആവശ്യമാണ്? ക്യാപിറ്റൽ ആവശ്യമാണ് അല്ലെ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഓരോ ബിസിനസ്സിനും ആ ബിസിനസിന്റെ നേച്ചർ അനുസരിച്ചുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. യെസ്. പ്രൊഫഷന്റെ കേസ് വരികയാണെങ്കിലോ ലിമിറ്റഡ് ക്യാപിറ്റൽ നീഡഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ്. നമുക്കിപ്പം ഇപ്പൊ ഡോക്ടർ ആവാൻ വേണ്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ കുറവ് ഇൻവെസ്റ്റ്മെന്റ് മതി. അതിന് പകരം നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടാണെങ്കിലോ പഠിക്കുന്നത് അത്യാവശ്യം വേണ്ടി വരും അല്ലെ. അപ്പോൾ അതിനനുസരിച്ച് എന്തായാലും ബിസിനസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രൊഫഷന് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിന്റെ കേസിൽ എന്തെങ്കിലും ക്യാപിറ്റൽ വേണോ? നമ്മളിപ്പോ ഒരു ജോലിക്ക് പോവുകയാണ്, ആ ജോലിക്ക് ഇത്ര പൈസ വേണം എന്നുണ്ടോ? ഇല്ല. നോ ക്യാപിറ്റൽ റിക്വയർഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ റിസ്ക് ആണ്. ഇതും നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും അല്ലെ. റിസ്ക് ഇല്ലാത്ത ബിസിനസ് ഉണ്ടോ? ഇല്ല. റിസ്ക് കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റും കൂടും. യെസ്, അവിടെ എന്തുണ്ട്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്, ഇറഗുലർ ആണ്. നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നമ്മൾ ആദ്യമേ എസ്റ്റിമേറ്റ് ചെയ്തെങ്കിലും അത് കിട്ടണമെന്ന് ഒരിക്കലും നിർബന്ധം പറയാൻ പറ്റില്ല അല്ലെ. ഇറഗുലർ ആയിരിക്കാം. ചില മാസങ്ങളിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാകാം, ചില മാസങ്ങളിൽ പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. യെസ്, അപ്പൊ അവിടെ റിസ്ക് എപ്പോഴും ഉണ്ടായിരിക്കും. റിസ്ക്കും പ്രോഫിറ്റും ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടോ? അവിടെ റിസ്ക് ഉണ്ടോ? റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് റിസ്ക് ഉണ്ട് അല്ലെ. ഫീ, നമ്മുടെ ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഫീ കിട്ടുന്നുണ്ടെങ്കിലും കുറച്ച് ചില സമയങ്ങളിൽ അല്ലെ രോഗികളുടെ പേഷ്യൻസിന്റെ എണ്ണം ഒക്കെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഫീ കുറയും അല്ലെ. റെഗുലർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിലും അവിടെ കുറച്ച് റിസ്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ റിസ്കിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് ഒരു റിസ്കും ഇല്ല, പണിയെടുക്കുക പോവുക അല്ലെ. അങ്ങനെയാണോ എംപ്ലോയ്മെന്റ് കേസിൽ? അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് റിസ്ക് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഫിക്സഡ് ആൻഡ് റെഗുലർ പേ ആണെങ്കിൽ കൂടി ഒരു ചെറിയ റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ തീരെ റിസ്ക് ഇല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ റിസ്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് വൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് അധികാരം കൈമാറ്റം ചെയ്യാൻ പറ്റുമോ? ഇപ്പം മിസ്സിന്റെ വീട്ടില് അച്ഛൻ ഒരു ബിസിനസ് തുടങ്ങി. അപ്പൊ ആ ബിസിനസ് അച്ഛൻ എന്ത് ചെയ്യാണ്? വയസ്സായി, ഇനിയിപ്പൊ എനിക്ക് നോക്കാൻ പറ്റില്ല, അപ്പം മോള് നോക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരാൻ പറ്റും അല്ലെ. ബിസിനസ് നമുക്ക് എത്രയോ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ബിസിനസ്സുകാരായിട്ടുള്ള അച്ഛനും അമ്മയുടെയും മക്കള് ബിസിനസ്സുകാരായിട്ട് മാറുന്നുണ്ട്. അവര് എന്ത് ചെയ്യുന്നുണ്ട്? ആ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ പോസിബിൾ വിത്ത് സം ഫോർമാലിറ്റീസ്. ഫോർമാലിറ്റീസ് എന്തായാലും ഉണ്ട്, എന്നാലും ട്രാൻസ്ഫർ ചെയ്യാം. യെസ്. പ്രൊഫഷന്റെ കേസിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഡോക്ടറെ മോനാണ്, അവരെന്ത് ചെയ്യും? ഡോക്ടർ ആവാൻ വേണ്ടി പഠിപ്പിക്കും, ഡോക്ടർ ആവും. അല്ലാതെ നമുക്ക് ഞാൻ ഡോക്ടറാണ്, നീ ഇനി ഡോക്ടർ ആയിക്കോ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇനിയിപ്പം എംപ്ലോയ്മെന്റിന്റെ കേസിലാണെങ്കിലും നോട്ട് പോസിബിൾ എന്ന് തന്നെയാണ് പറയുന്നത് അല്ലെ. യെസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും, ഗവൺമെന്റ് എംപ്ലോയീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ജോലി അവരുടെ മക്കൾക്ക് കിട്ടാറുണ്ട്. അതെന്താണ്? ആഫ്റ്റർ ഇവരുടെ ഡെത്ത് അല്ലെ, മരണം കഴിഞ്ഞതിന് ശേഷമാണ്. അല്ലാതെ പ്രസന്റ്ലി അത് സാധ്യമല്ല. ഓക്കെ, യെസ്. അങ്ങനെ കുറെ ഡൗട്ട്സുകളൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം, മിസ് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മിസ്സിന് പെട്ടെന്ന് തോന്നുന്ന ഡൗട്ട്സുകളാണ് ഇപ്പൊ ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? കോഡ് ഓഫ് കണ്ടക്ട്. എന്താണ് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് നടക്കുന്ന സമയത്തുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് നോക്കാം. നോ കോഡ് ഓഫ് കോണ്ടാക്ട് ഈസ് പ്രിസ്ക്രൈബ്ഡ്. ബിസിനസിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് ഒന്നുമില്ല. ഓക്കെ, എന്നാൽ പ്രൊഫഷന്റെ കേസിൽ വരികയാണെങ്കിലോ അവിടെ എന്താണ്? ചില കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില ഫോർമാലിറ്റീസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എംപ്ലോയ്മെന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ നോംസ് ഓഫ് ബിഹേവിയർ ലേ ഡൗൺ ബൈ ദി എംപ്ലോയർ ആർ ടു ബി ഫോളോവ്ഡ്. വെറുതെ ഒന്നും പണിയെടുക്കാൻ പറ്റില്ല,
ചില കാര്യങ്ങൾ, ചില റൂൾസ്, ചില നോംസ്, ചില ബിഹേവിയർ ആര് പറയും? എംപ്ലോയർ പറയും. അതനുസരിച്ച് വേണം എവിടെ എംപ്ലോയ്മെന്റ് കേസിൽ ആളുകൾ പണിയെടുക്കാനായിട്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം അല്ലെ. എന്തൊക്കെയാണ് ബിസിനസിന് എക്സാമ്പിൾ? എന്തിനാണ് ഈ എക്സാമ്പിൾ ഒക്കെ? ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. എന്തൊക്കെയാണ്? ഷോപ്പ്, ഫാക്ടറി, അതുപോലെ തന്നെ ഇനി പ്രൊഫഷന്റെ കേസ് എടുക്കുന്ന സമയത്ത് ലീഗൽ, മെഡിക്കൽ പ്രൊഫഷൻ. ഏതാണ് ഈ ലീഗൽ പ്രൊഫഷൻ? ലോ അല്ലെ, അഡ്വക്കേറ്റ്സ് ഒക്കെ. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി നമ്മുടെ ഏരിയ ആണ് അല്ലെ, നമ്മുടെ കൊമേഴ്സുകാരുടെ ഏരിയ ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? പ്രൊഫഷൻ ആണ്. CA, CMA, ACC ഒക്കെ എടുത്ത് വരുന്നത് ഒരു പ്രൊഫഷണൽ ബോഡിയിൽ നിന്നാണ് അല്ലെ. അവർക്ക് അവിടെ മെമ്പർഷിപ്പ് ഉണ്ടാവും. അവരവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എന്താണ് ആ ക്വാളിഫിക്കേഷൻസ് പൂർത്തീകരിച്ച് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഏതിനാണ്? പ്രൊഫഷൻ. യെസ്. ഇനി നമ്മൾ ഏതാ നോക്കുന്നത്? എംപ്ലോയ്മെന്റ് ആണ്. എംപ്ലോയ്മെന്റിന്റെ ഓപ്ഷൻസ് നമുക്ക് തന്നെ അറിയാം അല്ലെ. ജോബ്സ് ഇൻ ബാങ്ക്, ബാങ്കിൽ ജോബ് ആണെങ്കിൽ സാലറി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ക്യാപിറ്റൽ ആവശ്യമില്ല. ചില പ്രൈവറ്റ് എന്താണ് ബാങ്ക്സിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ചെയ്യും അല്ലെ, പൈസ ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് ജോലി കിട്ടുന്ന കുറെ കേസസ് ഉണ്ട്. എന്നാലും എംപ്ലോയ്മെന്റ് ഒരു സർക്കാർ ജീവനക്കാരനായിരിക്കുന്ന സമയത്ത് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇൻഷുറൻസ് കമ്പനീസ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ എംപ്ലോയ്മെന്റിന് എക്സാമ്പിൾസ് ആണ്. ഇത്രയുമാണ് ഈ 3 പ്രൊഫഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബിസിനസിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ പോവുക അല്ലെ. നമ്മൾ ബിസിനസ്സുകാർ, നമ്മൾ പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് ഒക്കെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയെങ്കിൽ നമുക്ക് ബിസിനസിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും യെസ്. അപ്പൊ ബിസിനസ് എന്താന്ന് 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. എന്താണ് ബിസിനസ്? Business refers to an occupation in which people regularly engage in activity related to അല്ലെ. ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഒക്യുപ്പേഷൻ ആണ്. ഇവിടെ ആളുകൾ റെഗുലർലി എന്ത് ചെയ്യുന്നുണ്ട്? എൻഗേജ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ്? പർച്ചേസ്, പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. പർച്ചേസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് സെയിൽസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണ്? വിത്ത് എ വ്യൂ ടു ഏർണിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് നേടുക എന്നതാണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബിസിനസ്. ഓക്കെ, 2 മാർക്കിന് ചോദ്യം വരാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? എന്തൊക്കെയാണ്? ബിസിനസ് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ബിസിനസ് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി ആണ്. എന്തുകൊണ്ടാണ്? അവിടെ എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്, പണമുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പൊ ഈ പ്രൊഡക്ഷൻ അല്ല, ഈ ഒരു ഗുഡ്സ് നമുക്ക് ബയേഴ്സിന് വിൽക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? പ്രൊഡക്ഷൻ നടക്കണം, വേണ്ടേ? ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കണം, അത് പ്രൊക്യൂർ ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം, എന്നിട്ടാണ് സെയിൽസ് നടക്കുന്നത്. ഓക്കെ, 3rd പോയിന്റ് അതാണ്. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വെറുതെ സാധനങ്ങൾ വാങ്ങി വെച്ചാൽ ബിസിനസ് ആവുമോ? അവിടെ പ്രോഫിറ്റ് കിട്ടുമോ? ഇല്ല. ആ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആളുകൾക്ക് സെയിൽ നടത്തണം, എക്സ്ചേഞ്ച് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡീലിംഗ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. ബിസിനസ് എന്ന് പറയുന്നത് ഒരു ദിവസം സാധനം വിറ്റു, ഇനി 2 ദിവസം റെസ്റ്റ് എടുക്കാം, അങ്ങനെയാണോ? അല്ല. റെഗുലർ ബേസിലാണ് ഈ ഒരു പരിപാടികൾ നടന്നു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ഏർണിംഗ്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഏർണിംഗ് ആണ്. ഓക്കെ, അതൊരിക്കലും മറന്നു പോവരുത്. യെസ്. നെക്സ്റ്റ് വൺ എന്താണ്? അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. നേരത്തെ പറഞ്ഞ സെയിം കാര്യം അല്ലെ. നമ്മളിപ്പോ ഒരു ബിസിനസ് നടത്താണ്, ഈ മാസം ഒരു 500 കോടി വേണോ? വേണ്ട, 50 ലക്ഷം രൂപ കിട്ടി. നമുക്ക് അടുത്ത മാസവും 50 ലക്ഷം കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ലാസ്റ്റ് വൺ, എലമെന്റ് ഓഫ് റിസ്ക് ആണ്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും എന്താണ്? റിസ്ക് ഉണ്ട് അല്ലെ. അവിടെ റിസ്ക് ഇല്ലാത്ത കളിയില്ല, പരിപാടിയില്ല. അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ബിസിനസ് ഓർഗനൈസേഷനെ കേസ് നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ റിസ്ക് കൂടുന്ന സമയത്ത് പ്രോഫിറ്റും കൂടും. യെസ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസും നമുക്ക് എത്ര മാർക്കിന് പ്രതീക്ഷിക്കാം? 1 to 4 മാർക്സ് വരെ പ്രതീക്ഷിക്കാം. ഇപ്പൊ 2 മാർക്ക്
മാർക്കിനാണ് ചോദിച്ചത് 2 അല്ലെങ്കിൽ 4 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക എന്ന് പറയുമ്പോൾ 4 എണ്ണം മാത്രം എഴുതിയാൽ മതിയാവും. ഇനിയിപ്പം 3 മാർക്കിനാണ് ചോദിച്ചത്, 3 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ 3 എണ്ണം എഴുതുക. ഇനിയിപ്പോ എന്താണ്, ഒരു 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 4 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതിൽ കൂടുതൽ ചോദിക്കുന്ന സമയത്ത് ആ എക്സ്പ്ലനേഷൻ കൂട്ടുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ടോപ്പിക് ആണെന്ന് പറയാൻ പറ്റും. പഠിക്കാം, നോക്കാം, പഠിച്ചതാണ്, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബിസിനസ് ആക്ടിവിറ്റീസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ക്വസ്റ്റ്യൻ വരാം, 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരാം. എങ്ങനെയാണ് ബിസിനസ് ആക്ടിവിറ്റിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? ഇൻഡസ്ട്രി ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓർ പ്രോസസിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമുക്കറിയാം ഇൻഡസ്ട്രി അല്ലെ, ഇൻഡസ്ട്രി വിസിറ്റ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷനും പ്രോസസിംഗും ആണ്. നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അതൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്ന സമയത്ത് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഇൻഡസ്ട്രി ആണ്. ഓക്കെ, കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്. ഒരുപാട് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അതൊരു യൂസ്ഫുൾ ഗുഡ്സ് ആക്കി മാറ്റുകയാണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. യെസ്, എന്തൊക്കെയാണ് ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ? കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇലക്ട്രോണിക് ഇൻഡസ്ട്രി, ബാങ്കിങ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി. അപ്പൊ എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്തൊക്കെയാണ് ഇൻഡസ്ട്രിക്ക് എക്സാമ്പിൾ എന്നുള്ളത്. യെസ്, അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടി പറയാം, ഗ്രൂപ്പ്സ് ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ് സിമിലർ ഓർ റിലേറ്റഡ് ഗുഡ്സ്. ഒരേപോലെയുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഗുഡ്സ് വിൽക്കുന്ന ഫേംസിന്റെ ഗ്രൂപ്പിനെ നമുക്ക് ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇനി ഇൻഡസ്ട്രി വെച്ചിട്ടുള്ള കളിയാണ്, ഇൻഡസ്ട്രിയെ പറ്റി കുറെ കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. അതിന് മുന്നേ കൊമേഴ്സ് എന്താണെന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ include all those activity which are necessary for facilitating the exchange of goods and services. നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ് എന്ന് പറയുന്നത് എന്ത് മാത്രമല്ല, പ്രൊഡക്ഷൻ മാത്രമല്ല അല്ലെ. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ മാത്രം അത് എന്താവില്ല, ബിസിനസ് ആവില്ല. അത് സെയിൽ നടത്തിയാൽ മാത്രമേ, അത് എക്സ്ചേഞ്ച് നടത്തിയാൽ മാത്രമേ, ആവശ്യക്കാരിലേക്ക് എത്തിച്ചാൽ മാത്രമേ ബിസിനസ് ഫുൾഫിൽ ആവുന്നുള്ളൂ. അപ്പൊ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ നടന്നു കഴിഞ്ഞാൽ അതിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത് കൊമേഴ്സിലാണ്. അവിടെ എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ക്ലിയർ? യെസ്. ഓക്കെ, അപ്പൊ ഇതാണ് മൊത്തമായിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിന് 6 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം അല്ലെ. 6 മാർക്കാണ് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 6 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്നതല്ല, നിങ്ങൾ മാക്സിമം പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിമ്പിൾ ആക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ്, 6 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് പോക്കറ്റിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇൻഡസ്ട്രിയിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി. എന്താണ് ഇൻഡസ്ട്രി എന്ന് കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ ടൈപ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെർഷ്യറി ഇൻഡസ്ട്രി. 3 തരമാണുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് നോക്കാം? പ്രൈമറി ഇൻഡസ്ട്രി എന്താ നോക്കാം. എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി? All this activity which are concerned with the extraction and production of natural resources and reproduction and development of living organism and plants etc. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ റിസോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് ഖനനം ചെയ്തെടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസം, പ്ലാന്റ്സിൻ്റെ ഒക്കെ ഡെവലപ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉള്ള ഇൻഡസ്ട്രിയാണ് പ്രൈമറി ഇൻഡസ്ട്രി. നേരെ പോയിട്ട് നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊഡ്യൂസ് ചെയ്യുക, കൃഷിയൊക്കെ, അതുപോലെ തന്നെ ഖനനം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, ഇതൊക്കെ എവിടെയാണുള്ളത്? നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രിയിലാണ്. നാച്ചുറൽ റിസോഴ്സസ് വെച്ചുള്ള കളികളാണ് പ്രൈമറി ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. ക്ലിയർ? അതിനെ തന്നെ പ്രൈമറി ഇൻഡസ്ട്രീനെ തന്നെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജനറ്റിക് ഇൻഡസ്ട്രി ആൻഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ഓക്കെ, പേരുകൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഈസിയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ജനറ്റിക് ഇൻഡസ്ട്രിയിൽ വരുന്നത്? പേര് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ, നോക്കാം. These industries are engaged in breeding plants and animals for their use in further reproduction.
യെസ്, അവിടെ എന്താണ് ബ്രീഡിംഗ് പ്ലാന്റ്സ് ഒക്കെ എന്താണ് പുതിയ പുതിയ ബ്രീഡ്സുകൾ കണ്ടുപിടിക്കുക, അതിന്റെ എന്താണ് ഫാമിംഗ്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുകൂടാതെ അവിടെ എന്തുണ്ട്, ആനിമൽസ് അല്ലെ, ആനിമൽസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ പോൾട്രി ഫാം, ഫിഷ് ഹാച്ചറി ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പം ഇത് ഓർത്ത് വെക്കുക, ജനറ്റിക് ഇൻഡസ്ട്രി. ഇനിയിപ്പോ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താണ്, എക്സ്ട്രാക്ട് ഓർ ഡ്രോ പ്രൊഡക്ട്സ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള മൈനിങ് ഒക്കെ, ഖനനം, അതുപോലെ തന്നെ ഫാമിങ്, ഹണ്ടിങ്, ഇതൊക്കെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ നിന്ന് പെടുന്നതാണ്. ഓക്കെ, ഒന്ന് ജനറ്റിക് ഇൻഡസ്ട്രി ആണ്, ബ്രീഡിംഗ് പ്ലാന്റ്സും അതുപോലെ തന്നെ ആനിമൽ ഫോർ ദ യൂസ് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ആനിമൽസിനെ വളർത്തുന്നതും അതുപോലെ തന്നെ ബ്രീഡ്സ്, നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ബ്രീഡ്സ് ചെയ്യുന്നതൊക്കെ ഇതിൽ പെടുന്നതാണ്. ഇനിയിപ്പോൾ എക്സ്ട്രാക്റ്റീവിൽ വരുമ്പോൾ ഖനനം, ഫാമിംഗ്, ഹണ്ടിങ് ഒക്കെ. ഓക്കെ, മൈനിങ്. ഓക്കെ, യെസ്, ഇത്രയുമാണ് പ്രൈമറി ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പൊ പ്രൈമറി ഇൻഡസ്ട്രി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റണം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സെക്കൻഡറി ഇൻഡസ്ട്രി ആണ്. അപ്പൊ നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കണ്ടു. അതിനെ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ഇൻഡസ്ട്രിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻസ് വീണ്ടും ക്ലാസിഫൈ ചെയ്ത് പോകുന്നുണ്ട്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: അനലറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസിംഗ് ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ടേർഷ്യറി ഇൻഡസ്ട്രി ആണ്. എന്തായിരിക്കും ടേർഷ്യറി ഇൻഡസ്ട്രി? അതായത് സർവീസ് സെക്ടർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. ഇവിടെ എന്താണ്, സർവീസസ് ആണ് നടക്കുന്നത്. ഓക്കെ, ദേ ആർ കൺസേൺഡ് വിത്ത് പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി ആസ് വെൽ ആസ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ട്രേഡ്. ഓക്കെ, നമ്മുടെ ട്രേഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രീനെയും സെക്കൻഡറി ഇൻഡസ്ട്രീനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സർവീസസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടേർഷ്യറി ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയെ പറ്റി ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. മിസ് വീണ്ടും ഈ ഒരു ടേബിൾ ഇവിടെ കാണിക്കാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിച്ചെടുക്കുക. സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് കൊമേഴ്സ് ആണ്. നമ്മൾ ഇൻഡസ്ട്രി കഴിഞ്ഞു, കൊമേഴ്സ് ആണ്. അപ്പൊ കൊമേഴ്സ് എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവിടെ എന്താ നടക്കുന്നത്? വിച്ച് ആർ നെസസറി ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞു, ആ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ ആർക്ക് എത്തിക്കണം? ആവശ്യക്കാരിലേക്ക് എത്തിക്കണം. അത് ഫെസിലിറ്റേറ്റ് ചെയ്യാണ് കൊമേഴ്സിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൊമേഴ്സിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതും അത് തന്നെയാണ്. എന്താണ് ട്രേഡ്? ഈസി ആയിട്ട് പറയാം, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ട്രേഡ്. ഇനിയിപ്പോ ഓക്സിലറീസ് ടു ട്രേഡ് എന്തായിരിക്കും? ഈ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസസും ഓക്സിലറീസ് ടു ട്രേഡിലാണ് പെടുന്നത്. അതായത് there are lot of activity that are required to facilitate the purchase and sale of goods അല്ലെ. അവിടെ നമുക്ക് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അത് സെയിൽ നടത്തണമെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ആവശ്യമാണ്. എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസ്മെന്റ്, പാക്കേജിംഗ് ആൻഡ് വെയർ ഹൗസിംഗ്. ഇതൊക്കെ ഓക്സിലറീസ് ടു ട്രേഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ട്രേഡിലേക്ക് പോവാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെയിൽ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ട്രേഡ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം: ഇന്റേണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകതയായിട്ട് തന്നെ പറയാൻ പറ്റും അല്ലെ, എത്രയാണ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അപ്പൊ ഇന്റേണൽ ട്രേഡ് എന്തായിരിക്കും? നമ്മുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ട്രേഡിനെയാണ് ഡൊമസ്റ്റിക് ട്രേഡ് എന്നും അതുപോലെ തന്നെ ഹോം ട്രേഡ് എന്നും പറയാൻ പറ്റും. നമ്മുടെ രാജ്യത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള ട്രേഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്, പുറത്തേക്ക് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് കടന്ന് പോകുന്നില്ല. എന്നാൽ എക്സ്റ്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് എന്തായിരിക്കും? നാഷണൽ ബൗണ്ടറിക്ക് അപ്പുറത്ത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഓക്സിലറീസ് ടു ട്രേഡ് ആണ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ട്രേഡിനെ അസിസ്റ്റ് ചെയ്യുന്നത്? അത്തരം ആക്ടിവിറ്റീസിനെ നമുക്ക് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്: ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിംഗ്, വെയർ ഹൗസിംഗ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ ഓരോന്നും നമുക്ക് എന്താന്ന് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ
എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? മൂവ്മെന്റ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ദി പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ദ ഫാക്ടറീസ് ടു ദ പ്ലേസ് ഓഫ് കൺസപ്ഷൻ അല്ലെ. അതായത് നമുക്കിപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉള്ളത് എറണാകുളമാണെന്ന് വിചാരിക്കാം. പക്ഷേ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു. അതിന് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ ഉള്ളത് തിരുവനന്തപുരത്താണ്. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് റോ മെറ്റീരിയൽസ് എറണാകുളത്തേക്ക് എത്തിക്കുന്നു. ഈ പ്രൊഡക്ട്സിനൊക്കെ ഡിമാൻഡ് ഉള്ളത് എവിടെയാണ്? നമ്മുടെ കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോടിലേക്ക് ആ പ്രൊഡക്ട്സ് ഒക്കെ കൺസപ്ഷന് വേണ്ടി കൊണ്ടുപോകുന്നു. അവിടെ എന്താവശ്യമാണ്? ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. കമ്മ്യൂണിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിസിനസ് ഓർഗനൈസേഷൻസ് തമ്മിൽ, ബിസിനസ് ഓർഗനൈസേഷനും കസ്റ്റമേഴ്സും തമ്മിൽ, കസ്റ്റമേഴ്സും അതുപോലെ തന്നെ സപ്ലയേഴ്സ്, അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനും സപ്ലയേഴ്സും, ബിസിനസ് ഓർഗനൈസേഷനും എംപ്ലോയീസും, അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്ലേസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. സെക്കൻഡ് വൺ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ്. നമുക്കറിയാം ഒരു ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഫിനാൻസ് ഇല്ലെങ്കിൽ എന്തില്ല? ബിസിനസ് ഇല്ല. അപ്പം ബാങ്ക് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും ഫിനാൻഷ്യലി പ്രോബ്ലംസ് അല്ലെ, ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള സൊല്യൂഷൻ ആണ് ബാങ്ക് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇത്തരത്തിലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ലോൺസ്, അഡ്വാൻസസ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ സൊല്യൂഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് വൺ അതാണ്. തേർഡ് വൺ എന്താണ്? ഇൻഷുറൻസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, എന്താണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? മെറ്റീരിയൽസ് ആൻഡ് ഗുഡ്സ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ഓർ ഇൻ ട്രാൻസിറ്റ് ആർ സബ്ജക്ട് ടു ദ റിസ്ക് ഓഫ് ലോസ് ഓർ ഡാമേജ് അല്ലെ. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് റിസ്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ റിസ്ക് ആണ്? നമ്മളിപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ എറണാകുളം ജില്ലയിലാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉള്ളതെങ്കിൽ അവിടേക്ക് നമുക്ക് റോ മെറ്റീരിയൽസ് എത്തിക്കുന്ന സമയത്ത് ആ ഒരു എത്തിക്കുന്ന വണ്ടി എന്തെങ്കിലും രീതിയിൽ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അവിടെ റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും തീപിടുത്തം നടക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ തെഫ്റ്റ് നടക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് വരികയാണെങ്കിലോ ഒക്കെ അവിടെ റിസ്ക് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റിസ്കുകളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും എന്ത് ചെയ്യാറുണ്ട്? യെസ്, ഇതുപോലുള്ള ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസ്കിനെ എന്ത് ചെയ്യുന്നുണ്ട്? റിസ്കിനെ ഓവർകം ചെയ്യുന്നുണ്ട്. യെസ്. നെക്സ്റ്റ് വൺ വെയർ ഹൗസിംഗ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അത് എക്സ്ചേഞ്ചിന് അല്ലെങ്കിൽ സെയിൽസ് നടത്തുന്നതിന് മുമ്പ് നമുക്ക് ആ പ്രൊഡക്ട്സ് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്, മെറ്റീരിയൽ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അതിന് എന്താവശ്യമാണ്? വെയർ ഹൗസിംഗ് ആവശ്യമാണ്. ഹെൽപ്സ് ബിസിനസ് ഫേം ടു ഓവർകം ദി പ്രോബ്ലം ഓഫ് സ്റ്റോറേജ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദി അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് വെൻ നീഡഡ് അല്ലെ. നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, അത് കൺസപ്ഷന് കൊണ്ടുപോകാൻ കുറച്ച് സമയം എടുക്കുമെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കണം, മെറ്റീരിയൽ സൂക്ഷിച്ചു വെക്കണം അല്ലെ. ടൈം. അപ്പൊ ടൈം എന്ന് പറയുന്ന ആ ഒരു ഹിൻഡ്രൻസിനെ ഇവിടെ ഓവർകം ചെയ്യാൻ വെയർ ഹൗസിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ പ്രത്യേകം എന്താണ് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ അഡ്വർടൈസിങ്. എങ്ങനെയാണ് അഡ്വർടൈസിങ് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വെച്ച് ആൾക്കാരെ വെയിറ്റ് ചെയ്തിരുന്നാൽ ആൾക്കാർ വരുമോ? ഇല്ല. ആളുകൾ എന്തറിയണം? ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, ഇത്തരത്തിലുള്ള സർവീസ് ഉണ്ട് എന്നറിയണം. സോ എന്താണ് അഡ്വർടൈസിങ് റിമൂവ് ചെയ്യുന്നത്? റിമൂവ് ദി ഹിൻഡ്രൻസ് ഓഫ് നോളജ് അല്ലെ. നോളജ് അല്ലെങ്കിൽ ആളുകൾക്ക് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ആൻഡ് സസ്റ്റെയിൻ ദി ഡിമാൻഡ്. ആളുകളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ഓരോ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെയും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റിലൂടെയാണ്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെ യൂട്ടിലിറ്റീസ് ആണ് ഓരോ ഓക്സിലറീസ് ടു ട്രേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഹിൻഡ്രൻസസ് ആണ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് റിമൂവ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പഠിക്കുക. ഓക്കെ, 2 മാർക്ക് മുതൽ 3 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട് 4 മാർക്കിനുള്ള. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തോളാം. യെസ്, ക്ലിയർ? ഇത്രയുമാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി പോകുന്നത് അടുത്ത മെയിൻ ടോപ്പിക്കിലേക്കാണ്. എന്തൊക്കെയാണ് ഒരു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? 2 to 5 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും.
എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് വൺ, ഏർണിംഗ് പ്രോഫിറ്റ് അല്ലെ, പ്രോഫിറ്റ് നേടുക എന്നതിൽ കുറഞ്ഞതൊന്നും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വലുതല്ല. പ്രോഫിറ്റ് നേടിയെടുക്കുക ദ അൾട്ടിമേറ്റ് എയിം എന്ന് പറയാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് എന്താണ്? മാർക്കറ്റ് സ്റ്റാൻഡിംഗ് ആണ്. അതായത് മാർക്കറ്റ് സ്റ്റാൻഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ബിസിനസ് ഓർഗനൈസേഷൻ ആ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ബിസിനസ് ഓർഗനൈസേഷൻ അടിപൊളിയായിട്ട് ബിസിനസ് നടത്തി കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്ത് അല്ലെ, ഹെൽത്തി കോമ്പറ്റീഷൻ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ആ ഒരു മാർക്കറ്റിൽ എന്തിന് എക്സിസ്റ്റൻസ് ഉള്ളൂ? ബിസിനസ് ഓർഗനൈസേഷന് എക്സിസ്റ്റൻസ് ഉള്ളൂ. ആൻഡ് തേർഡ് വൺ, ഇന്നോവേഷൻ ആണ്. പുതിയ പുതിയ കാര്യങ്ങൾ ബിസിനസ് ഓർഗനൈസേഷൻ കൊണ്ടുവന്നാൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഗുഡ്സ് ആൻഡ് സർവീസസിലായിക്കോട്ടെ, ടെക്നോളജിയിലായിക്കോട്ടെ, വേരിയസ് സ്കിൽസ് ആക്ടിവിറ്റീസിലായിക്കോട്ടെ, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലെ. ആളുകൾക്ക് ഇപ്പൊ എന്താണ്, ഒരുപാട് വാസ്റ്റ് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ ഏറ്റവും നല്ലതാണ് ആൾക്കാർ ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നോവേഷനും ബിസിനസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആണെന്ന് കാണാൻ പറ്റും. ആൻഡ് പ്രൊഡക്ടിവിറ്റി. എന്താണ് പ്രൊഡക്ടിവിറ്റി? നമ്മളിപ്പം ഇൻപുട്ട് അതായത് ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് നല്ല കൂടിയിരിക്കണം അല്ലെ, അല്ലെങ്കിൽ അവിടെ നല്ല എഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻസ് മുന്നോട്ട് പോകുള്ളൂ, അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ പ്രൊഡക്ടിവിറ്റിയും വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. നമുക്കറിയാം, ഒരു ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് റിസോഴ്സസ് ആവശ്യമാണ്. ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമാണ്, നാച്ചുറൽ റിസോഴ്സസ് ആവശ്യമാണ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യമാണ്. ഓക്കെ, അതും ഒരു ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്. മാനേജേഴ്സ് ആണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനേജേഴ്സിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷന്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റും വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ആണ്. ഓക്കെ, വർക്കർ പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, അതും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എംപ്ലോയീസ് ഇല്ലാതെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻസ് ഇല്ല. അപ്പം വർക്കേഴ്സ് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ, നല്ല കമ്മിറ്റ്മെന്റോട് കൂടി വർക്ക് ചെയ്താൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെയും അൾട്ടിമേറ്റ് എയിം ബിസിനസ് ആണെന്ന് പറഞ്ഞാലും സോഷ്യൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കണം എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, പൊല്യൂഷൻസ് മാക്സിമം കുറയ്ക്കണം, ആ ഒരു സൊസൈറ്റിക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അത്തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മളൊരു ചാപ്റ്റർ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റി പഠിക്കുന്നുണ്ട്. യെസ്, ഇനി അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സേ ഇല്ല എന്ന് പറയാൻ പറ്റും, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബിസിനസ് റിസ്ക്. എന്താണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്? പോസിബിലിറ്റി ഓഫ് ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു അൺസർട്ടൈൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ്. ഭാവിയിൽ എന്ത് നടക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല അല്ലെ. ഒരുപാട് ഫോർകാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ടുണ്ടാകുന്ന ലോസസിനെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്രത്തോളം പ്രോഫിറ്റ് കിട്ടാതിരിക്കുന്ന അവസ്ഥയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ബിസിനസ് റിസ്കിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, സ്പെക്യുലേറ്റീവ് റിസ്ക് ആൻഡ് പ്യുവർ റിസ്ക്. എന്താണ് സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്? മാർക്കറ്റ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലമാണ് സ്പെക്യുലേറ്റീവ് റിസ്ക് ഉണ്ടാകുന്നത്. എന്നാൽ പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലി ദി പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ നോ ലോസ് അല്ലെ. ലോസ് ഉണ്ടാവാനും ലോസ് ഉണ്ടാവാതിരിക്കാനുമുള്ള ചാൻസിനെ, പോസിബിലിറ്റിയെ നമുക്ക് പ്യുവർ റിസ്ക് എന്ന് പറയാൻ പറ്റും. ഇത് ഉണ്ടാവുമോ ഉണ്ടാവില്ലേ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്രയുമാണ് ഉള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക് ആണ്. എന്തൊക്കെയാണ് ബിസിനസ് റിസ്കിന്റെ നേച്ചർ, പ്രത്യേകതകൾ എന്ന് നോക്കാം. ബിസിനസ് റിസ്ക് അറൈസസ് ഡ്യൂ ടു അൺസർട്ടൈൻ അല്ലെ. ബിസിനസ് റിസ്ക് ഉണ്ടാകുന്നത് അൺസർട്ടനിറ്റിയിൽ നിന്നാണ്, അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സിൽ നിന്നാണ്. ബിസിനസ് റിസ്ക് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. ഒരു ബിസിനസ്സിനും റിസ്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ എന്തായാലും ചെറിയ രീതിയിലായിക്കോട്ടെ വലിയ രീതിയിലായിക്കോട്ടെ റിസ്ക് ഉണ്ട്. ആൻഡ് ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺസ് ദ നാച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ് അല്ലെ. ബിസിനസ് റിസ്ക് എല്ലാ ബിസിനസിനും ഒരുപോലെയാണോ? അല്ല. ഓരോ ബിസിനസിന്റെയും സൈസിനും നേച്ചറിനും അനുസരിച്ച് റിസ്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാകും. ആൻഡ് പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക്
ടേക്കിംഗ്. റിസ്ക് എടുക്കുന്നതിനുള്ള എന്താണ് റിവാർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ. റിസ്ക് കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടും, റിസ്ക് കുറയുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കുറയും. ഓക്കെ, യെസ്, നോ റിസ്ക് നോ ഗെയിൻ ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ബിസിനസ് റിസ്കിനുള്ള കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? നാച്ചുറൽ കോസസും ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ കോസസും ഉണ്ട്. നാച്ചുറൽ കോസസ് നമുക്കറിയാം, ഫ്ലഡ്, എർത്ത്, റെയിൻ, അതുപോലെ തന്നെ എന്താണ് അഡ്വേഴ്സ്ലി എഫക്ട് ദ സർവൈവൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. ബിസിനസിനെ വളരെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ആണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ കോസസ്, ഡിസ്ഹോണിറ്റി അല്ലെ, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന മാനേജർ ഡിസ്ഹോണസ്റ്റ് ആണ്, എംപ്ലോയീസ് ഡിസ്ഹോണസ്റ്റ് ആണെങ്കിൽ ബിസിനസിനെ ബാധിക്കും. കെയർലെസ്നെസ് അല്ലെ, ഒരാൾ കെയർലെസ്നെസ് അതായത് കെയർ ചെയ്യാതെ നടന്നാൽ അതും ബിസിനസിനെ ബാധിക്കും. നെഗ്ലിജൻസ് ഓഫ് എംപ്ലോയീസ് ശ്രദ്ധയില്ലാതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പണിയെടുത്ത് പൈസ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ ആണെങ്കിൽ അത് ബിസിനസിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഹ്യൂമൻ കോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് കാരണങ്ങൾ. അതുകൂടാതെ എന്തൊക്കെയുണ്ട്? എക്കണോമിക് കോസസ് ഉണ്ട്. എന്തൊക്കെയാണ് എക്കണോമിക് കോസസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, കോമ്പറ്റീഷൻ, പ്രൈസ്, കളക്ഷൻ ഓഫ് ഡ്യൂസ് from customers, demand for goods, change of technology or method of production. ഇതൊക്കെ എക്കണോമിക് റീസൺസ് ആണ് അല്ലെ. എക്കണോമിക്, സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാക്കാൻ കാരണമാണ്. അതുപോലെ തന്നെ മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ്, മെക്കാനിക്കൽ ഫെയിലിയേഴ്സ്, അതായത് നമ്മളിപ്പം എന്താണ് ഒരുപാട് മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ ഉണ്ടാവാം? ബേസ്റ്റിംഗ് ഓഫ് ബോയിലർ, ഫ്ലക്ച്വേഷൻസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്, അങ്ങനെ വരുന്ന കാരണങ്ങളൊക്കെ ഈ അതർ കോസസിലാണ് ഉൾപ്പെടുന്നത്. ഇത്രയുമാണ് കോസസ് എന്ന് പറയുന്നത്. യെസ്, നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ പോർഷനിലേക്ക് എത്തുകയാണ്. സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ്, നമ്മൾ സെലക്ഷൻ ഓഫ് ലൈൻ ബിസിനസ്. ഏത് ബിസിനസ് ആണ് തുടങ്ങേണ്ടത് എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കേണ്ടതുണ്ട് അല്ലെ. ഫസ്റ്റ് തിങ് ടു ബി ഡിസൈഡഡ് ബൈ എൻ ഓൺട്രപ്രണർ ഈസ് ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ബിസിനസ് ടു ബി അണ്ടർടേക്കൺ. ഏത് ടൈപ്പാണ്, ഏത് നേച്ചറിലുള്ള ബിസിനസ് ആണ് തുടങ്ങേണ്ടത്. ആൻഡ് സെക്കൻഡ് വൺ, സൈസ് ഓഫ് ദി ബിസിനസ്. ബിസിനസ് സ്മോൾ വേണോ, മീഡിയം വേണോ, ലാർജ് വേണോ അല്ലെ. എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് ക്യാപിറ്റൽ ഇറക്കേണ്ടത് എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. ഏത് തരത്തിലുള്ള ഓണർഷിപ്പിലുള്ള ബിസിനസ് ആണ് തുടങ്ങേണ്ടത്? ഞാൻ ഒറ്റയ്ക്ക് അല്ലെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സെക്കൻഡ് ചാപ്റ്ററിൽ. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങണോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയോ അതുപോലെ തന്നെ എന്താണ് പാർട്ട്ണർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണോ എന്നുള്ളത് തീരുമാനിക്കണം അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് ബിസിനസ്. എവിടെ ഈ ബിസിനസ് തുടങ്ങിയാലാണ് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുക എന്ന് നോക്കും അല്ലെ. ലൊക്കേഷൻ നോക്കും. ആ ഒരു റോ മെറ്റീരിയൽസ് അവൈലബിലിറ്റി, അതുപോലെ തന്നെ ലേബേഴ്സിന് എവിടെയാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് ഈ സർവീസസ് കൊടുക്കേണ്ടത്, ആർക്കാണ് ഇത് ആവശ്യം എന്നതൊക്കെ നോക്കിക്കൊണ്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ, ഫിനാൻസിങ് ദി പ്രിപ്പോസിഷൻ അല്ലെ. ഫിനാൻസിങ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഫിനാൻസ് കണ്ടുപിടിക്കുക എന്നതാണ് അടുത്ത സ്റ്റേജ്. ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റീസ്. ഒരു ബിസിനസ് നടക്കണമെങ്കിൽ അവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ആവശ്യമാണ്. അവൈലബിലിറ്റി ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റി, എന്തൊക്കെയാ? മെഷീൻസ്, എക്യുപ്മെന്റ്സ്, ബിൽഡിംഗ് ആൻഡ് സപ്പോർട്ടീവ് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യുക എന്നതാണ് സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്ലാന്റ് ലേഔട്ട് ആണ്. എന്താണ് പ്ലാൻ ലേഔട്ട് എന്ന് പറയുന്നത്? അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെഷീൻസിന്റെയും ലേബേഴ്സിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ചെയ്യണം അല്ലെ. എന്നാൽ മാത്രമേ ടൈമും അതുപോലെ തന്നെ സ്ഥലവും ഒക്കെ ലാഭിക്കാൻ പറ്റുള്ളൂ. സോ പ്ലാൻ ലേഔട്ട് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8th പോയിന്റ് എന്താ? കോമ്പീറ്റന്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്. നമ്മളിപ്പോ എല്ലാ ബിസിനസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി, നാച്ചുറൽ റിസോഴ്സസ്, ലൊക്കേഷൻ, പ്ലാൻ ലേഔട്ട് ഒക്കെ റെഡിയാക്കിയെങ്കിലും നല്ല രീതിയിൽ വർക്ക് നടക്കണമെങ്കിൽ അല്ലെ, മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് വേണ്ടേ? നമ്മളിപ്പം നാച്ചുറൽ റിസോഴ്സസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസും മറ്റുള്ള റിസോഴ്സസ് ഒക്കെ കണ്ടുപിടിച്ചാൽ കൂടി അതിനെ ഡിസൈർഡ് പ്രൊഡക്റ്റിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ അവിടെ ഹ്യൂമൻ റിസോഴ്സസ് വളരെ അത്യാവശ്യമാണ്. സോ അത്തരത്തിലുള്ള എംപ്ലോയീസിനെ കണ്ടുപിടിക്കുക, നല്ല വർക്ക് ഫോഴ്സ് ആയിട്ടുള്ള അല്ലെ, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ടാക്സ് പ്ലാനിങ്. ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കുക, ടാക്സ് ലയബിലിറ്റിയെ പറ്റി അറിയുക, അതുപോലെ തന്നെ മറ്റ് ടാക്സ് റിലേറ്റഡ് ഡിസിഷൻസ് ഒക്കെ എടുക്കുക എന്നുള്ളത് 9th സ്റ്റെപ്പ് ആണ്. ലാസ്റ്റ് വൺ എന്താണ്? ഐശ്വര്യമായിട്ട്
എന്റർപ്രൈസ് ലോഞ്ച് ചെയ്യുക അല്ലെ. ആഫ്റ്റർ ദ ഡിസിഷൻ റിലേറ്റിംഗ് ടു ദ അബവ് മെൻഷൻഡ് ഫാക്ടേഴ്സ്, എല്ലാ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓണ്ടർപ്രണർക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റും. ഇത്രയുമാണ് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 6 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്യാം. മിസ് പലപ്പോഴും സ്കിപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. പക്ഷെ ഈ ഒരു ചാപ്റ്ററിന് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. 6 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിന് വെയിറ്റേജ് വരുന്നത്. അപ്പൊ നിങ്ങൾ സെറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. സോ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിന് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ മിസ് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും 1 ഷോട്ട് റിവിഷനായിട്ട് IIIലെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ബൈ.